ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഇത് റിലയൻസിൽ നിന്ന് ഒരു ബോക്സിൽ വാങ്ങിയതാണ്. ഇത് 200 ഗ്രാം കൂണാണ് ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 75 രൂപയാണ്. കൂൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കറി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസത്തിൽ കൂടുതലൊന്നും വെച്ചിരിക്കരുത്. ഞാനിത് ഇന്നലെ വൈകിട്ട് വാങ്ങിയതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇത് കറി വെക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ കൂൺ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതേപോലെ കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ചില ആൾക്കാർ കൂൺ നന്നായിട്ട് കഴുകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാറുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കൂണാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം വിഷമുള്ള കൂണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അറിവുള്ളവരോട് ചോദിച്ചിട്ട് മാത്രം കൂൺ എടുക്കുക. നല്ല സൂപ്പറാണ് കൂൺ കറി വെച്ചാൽ. പറമ്പിലൊക്കെ ധാരാളം നല്ല കൂൺ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലുള്ള മുതിർന്നവരോടൊക്കെ ചോദിച്ച് ഏത് കൂണാണ് നല്ലത്, നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലേതാണ് നല്ലതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ച ശേഷം വേണം അതെടുത്ത് കറി വെക്കാനായിട്ട്. അപ്പം നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള കൂൺ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ സാധാരണയായിട്ട് കൂൺ നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ തൊലികളുണ്ടാവും. അപ്പോൾ അത് ഞാനിങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന കറുത്ത കളറുള്ള സാധനം കളയേണ്ട കാര്യമൊന്നുമില്ല. കുറേ പേര് അത് കളയാറുണ്ട്. അത് കളഞ്ഞാൽ നമ്മുടെ കൂണിൻ്റെ അകത്തുനിന്ന് പിന്നെ വലുതായിട്ടൊന്നും കിട്ടാത്ത പരുവമാവും നമ്മൾ അതെല്ലാം കളഞ്ഞു വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ സ്റ്റെം എടുക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൂണിൽ ചെറിയ കളർ മാറ്റം ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ തൊലിയൊന്ന് അടർത്തിയെടുക്കാം. നമുക്ക് ഈസിയാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്താൽ നല്ല എളുപ്പത്തിൽ നമുക്ക് അടർന്ന് കിട്ടും. അപ്പോൾ ആ രീതിയിലൊന്ന് കളയുക. ഇതുപോലെ തന്നെ എന്തെങ്കിലും കളർ മാറ്റം ഉള്ള ഭാഗം അത് പ്രത്യേകമായിട്ടൊന്നും ചെയ്യുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. കൂൺ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് സവാള, അത് ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ അല്ലിയാണ്. പിന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്കായിട്ട് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് പൊടികൾ വേണ്ടത് മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതേപോലെ തന്നെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ എടുക്കുക. പിന്നെ കുരുമുളക് പൊടി അത് എരിവിനനുസരിച്ച് എടുക്കുക, ചതച്ചതോ അല്ലെങ്കിൽ പൊടിച്ചതോ. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കുരുമുളക് പൊടിയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കൂടുതലുണ്ട് ഇത്. പിന്നെ നമുക്ക് ഇത്തിരി കടുക് വേണം. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. സാധാരണ എന്ത് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ടാൽ പെട്ടെന്ന് പൊട്ടി കിട്ടും. നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാളയും അതുപോലെ കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഞാൻ ഉപ്പ് ചേർക്കുന്ന കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഉപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മൾ കൂണിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പ് മതി നമുക്ക് തൽക്കാലം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇല്ലെന്ന് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി. ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ തീയൊന്ന് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് വരട്ടിയ ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ ഒത്തിരി എരിവ് ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളിവിടെ കുരുമുളക് പൊടി അല്പം ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂണിൽ തന്നെ ജലാംശമുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ഒന്ന് വേവിക്കുക. മാംസവിഭവങ്ങൾ കഴിഞ്ഞാൽ മാംസത്തിൻ്റെ കലവറയാണ് കൂൺ. വെജിറ്റേറിയൻസിന് നല്ല രീതിയിൽ പ്രോട്ടീൻ ഇത് കഴിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ കറിയിൽ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്, കണ്ടോ. ഇതിപ്പോൾ വേകാനുള്ള വെള്ളം കൂണിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കൂൺ. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ കാൽസ്യം ആഗിരണം ചെയ്യുവാനുള്ള ശരീരത്തിൻ്റെ ശേഷി അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അത് എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അതേപോലെ തന്നെ ഇതിൽ BP കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരല്പം ഉപ്പ് കൂടി വേണം. അതേപോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂൺ കഴിക്കുന്നത് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് തീ ഹൈയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ജലാംശം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അത്രേ ഉള്ളൂ സംഭവം. ഇനിയിപ്പോൾ ഒരല്പം ഗ്രേവി പോലെ ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. കൂണിന് ഒത്തിരി വെള്ളം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വെള്ളം കൂടുതലായിട്ട് കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈയിലിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണിത്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ കൂണുകൾ എന്ന് പറയുന്നത്. ലിവറിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ ശരീരത്തിലെ വിഷാംശം നീക്കാനും എല്ലാം കൂൺ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.